തൃശ്ശൂർക്കാരനല്ലേ ചേട്ടാ? ആ, സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട് 2 വർഷത്തിലേക്ക് കടക്കുമ്പോ? 5 വർഷം സുരേഷ് ഗോപിയുടെ ആ കള്ളോടത്ത് ജയിച്ചു പോയിട്ട് പിന്നെ ഒഴിക്കുമെന്നുള്ളേ. കൊറേ വട്ടം ഇവിടെ തൃശ്ശൂർ മറ്റേ ജാഥ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെ അങ്ങനെ ജാതിക്ക് ഒന്ന് പോയോണ്ട് കേൾക്കണ്ട. അവനാണ് ശരിക്കും കോമഡി. അവനാണ് ഇവിടെ കോമഡി ആയിട്ട് കിടക്കുന്നത്. ജയിച്ചു പോയപ്പോ ഓന്ത് നഖമാക്കണം മാറിപ്പോയത് അവൻ. സുരേഷ് ഗോപി നേരിട്ടുണ്ടാ എന്താ പറയാ? എന്നിട്ട് കാണാറുന്നില്ല. അതിനോട് കണ്ട ഒന്നും പറയാനില്ലേ. ഇങ്ങനെയുള്ളവരെ കണ്ട വഴി മാറി പോവാ. തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി തീർച്ചയായിട്ടും. ചേട്ടൻ കുറ്റബോധം തോന്നുന്നില്ല? അതില്ല, ഞാൻ അവനെ വോട്ട് ചെയ്തിട്ടുള്ളേ. അപ്പൊ എനിക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവനെ വോട്ട് ചെയ്തിട്ടില്ലേ, പിന്നെ എനിക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. ചേട്ടൻ ഇതിൽ പാർട്ടി അനുഭാവിയാണോ? അങ്ങനെയില്ല, പാർട്ടി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലാണ്ട് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാൻ കൊള്ളില്ല അവൻ. നമ്മുടെ സത്യസന്ധമായിട്ട് നല്ല ആൾക്കാരാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. നമ്മുടെ ഏത് പാർട്ടിയുടെ അനുഭവമാണെങ്കിലും മറ്റുള്ളവർക്ക് നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമുക്ക് പറഞ്ഞുകൂടെ. ഇത് കൊള്ളില്ല അവൻ. ഇത് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് നിറമാറിയണം മാറിപ്പോയവനാ. ഇനി അവനൊന്നും ഈ ജമ്മത്ത് നിന്നാൽ ജയിക്കില്ലേ? അവനും ജയിക്കില്ല, അവൻ്റെ ആൾക്കാരും തൃശ്ശൂർ ജയിക്കില്ല. അല്ല, മെയ് 4 BJP എത്ര സീറ്റ് പിടിക്കും? കാരണം 1-2 കിട്ടിയ ഭാഗ്യം. ഏതൊക്കെ മണ്ഡലം? അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പാലക്കാട് കിട്ടുമോ? പാലക്കാട് ഒരു ആഗ്രഹിച്ച് കിടക്കുന്നുണ്ട്, കിട്ടാൻ സാധ്യതയില്ല. നേമത്ത് കിട്ടുമോ? നേമത്താണ് ഒത്തിരി സാധ്യതയുള്ളത്. മഞ്ചേശ്വരൊക്കെ അവിടെ ഒന്നും കിട്ടില്ല. നേമാണ് നേമാണ് ഇതിൽ കിട്ടാൻ സാധ്യതയുള്ളത്. മുഖ്യമന്ത്രി കസേര ആരായിരിക്കും മെയ് 4? UDF ആണോ LDF ആണോ? UDF ആയിരിക്കും. UDF തല്ലൂട്ട് നടക്കല്ലേ, തല്ലൂടി തീരുമാനിക്കട്ടെ എന്നുള്ളത്. 4 പേര് 4 വർഷം ഇരിക്കട്ടെ. പലതും പറയും. അതൊന്നും പറഞ്ഞിട്ട് കഴിയില്ല. അതിന് ശക്തിയുള്ള ആളെ നോക്കി തെരഞ്ഞെടുത്ത് VD സതീശൻ വന്നാൽ അങ്ങനെ ഉണ്ടാവും. നന്നായിരിക്കും. പിണറായിയെ വെല്ലുന്ന നേതാവായിട്ട് VD സതീശൻ മാറും? ഇല്ല. പിണറായിയെ വെല്ലുന്ന ഒരു നേതാവായിട്ട് VD സതീശൻ മാറും? പിണറായി എപ്പോഴാ നമ്മൾ വെച്ചിട്ട് നേതാവ് ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവൂലേ. ചേട്ടൻ കളിയാക്കിയിട്ടാണോ പറയുന്നത്? കാര്യമായിട്ട് തന്നെ പറയണം. പിണറായി അത്രയും നല്ല നേതാവാണ്? അത്രയ്ക്ക് പൊട്ട നേതാവാ പിണറായി. ഉമ്മൻചാണ്ടി പൊട്ട നേതാവാണോ? ഉമ്മൻചാണ്ടി ലോകം എവിടെ കണ്ട ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കും ഏറ്റവും നല്ല നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് നല്ല മുഖ്യമന്ത്രി ആരും വന്നിട്ടില്ല. തീർച്ചയായിട്ടും. ഡേവിസ്. 2 വർഷമായി സുരേഷ് ഗോപി തൃശ്ശൂർ ഭരിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാളെ ജയിപ്പിക്കുമ്പോഴത്തെ പെർഫോമൻസ് ഒന്നും ജയിച്ചതിന് ശേഷം കാണാനില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ടാണല്ലോ, മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്കറിയില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നമുക്ക് സുരേഷ് ഗോപിയിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഉയരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെയില്ല. അപ്പം അയാൾ ഈ 3 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് പരമാവധി ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മളിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ആൾ ജയിപ്പിച്ചത്. അതിനുള്ള ഫുൾ റിട്ടേൺസ് നമുക്ക് തരുന്നു നമ്മൾ പ്രതീക്ഷയുണ്ട്. ഇതുവരെ ഒന്നും നിറവേറ്റിയിട്ടില്ല. ഇതുവരെ നമ്മളെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നിട്ടില്ല ആള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് മത്സര രംഗത്തേക്ക് വരുന്നത് തന്നെ കരുവന്നൂർ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ കരുവന്നൂർ പ്രശ്നത്തിൽ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് അദ്ദേഹം വാക്ക് തന്നിരുന്നു ജനങ്ങളോട്. പക്ഷെ അദ്ദേഹം ജയിച്ചതിന് ശേഷം അതിനെപ്പറ്റി ഒരു അക്ഷരമില്ല. മനസ്സിലായ? ആ കേസ് ഇല്ല എന്ന് പറയുന്ന രീതിയിൽ അലിഞ്ഞില്ലാതായി പോയിരുന്നു. അപ്പോൾ ആ സുരേഷ് ഗോപിയിലൂടെ നമ്മൾ പരമാവധി പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ അത് വലിയൊരു വിഷയമായിരുന്നു. മെയ് 4 BJP എത്ര സീറ്റ് പിടിക്കും കേരളത്തിൽ? BJP ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുന്ദേട്ടനൊരു ചെറിയ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ കേരളത്തിൽ കളക്കൂട്ടം ഒരു വർഷം കിട്ടിയേക്കാം. പാലക്കാട് സാധ്യതയില്ല. പിന്നെ കഴിഞ്ഞ വട്ടം കട്ടക്ക് നിന്ന കാരണം ഒരു 84 വോട്ടിനങ്ങോട്ടാണ് അന്ന് നമ്മുടെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അതൊരു പക്ഷേ ചിലപ്പോൾ കിട്ടിയേക്കാം. ടോട്ടൽ എത്ര സീറ്റ് കിട്ടും? 2 അല്ലെങ്കിൽ 3. ഈ ആര് മുഖ്യമന്ത്രി കസേരയിരിക്കും? UDF ആണോ LDF ആണോ? മുഖ്യമന്ത്രി UDF. എന്താ തർക്കമുള്ള നിലപാടുള്ള വ്യക്തിയാണോ VD സതീശൻ? തീർച്ചയായിട്ടും. ഒരു സാമുദായിക സംഘടനയിൽ കൂടെ ഒന്നും ആളുടെ കാല് പിടിക്കാനായിട്ട് അദ്ദേഹം പോയിട്ടില്ല. നിശ്ചയിക്കുന്ന കാര്യത്തിൽ ദൃഢനിശ്ചയം, അതാണ് VD സതീശൻ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ള അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണമെങ്കിൽ
VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ആഭ്യന്തരമന്ത്രിയെങ്കിലും ആയിരിക്കണം. വേറെ കാര്യം ചോദിക്കല്ലേ, ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ മെയ് 4 റിസൾട്ട് വന്ന് മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പിണറായിയെ വെല്ലുന്ന ഒരു നേതാവായിട്ട് പുള്ളി മാറുമോ? പിണറായിയുടെ ശൈലി വേറെ, VD സതീശന്റെ ശൈലി വേറെയാണ്. പിണറായിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയാൻ ഒരു ധാർഷ്ട്യത്തിന്റെ രീതിയാണ്. പക്ഷെ പിണറായി വെല്ലുന്ന ഒരു നേതാവായിട്ട് മാറാൻ പറ്റും. പിണറായിയെ പോലും മിന്നുന്ന അല്ല, പിണറായിയുടെ ശൈലി വേറെ, VD സതീശന്റെ ശൈലി വേറെ. VD സതീശന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഇഴകി ചേർന്നിട്ടുള്ളതാ. VD സതീശൻ ആരോടും കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ളൊരു ശൈലി VD സതീശന് ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. സുരേഷ് ഗോപിയുടെ ഭരണം കണ്ട് 2-3 വർഷത്തിലേക്ക് കടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട്? തൃശ്ശൂർകാരൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട്? കേട്ടില്ല. ഒരു കാര്യമില്ല, വളരെ മോശമാണ്. തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി, വളരെയധികം തെറ്റുപറ്റി. എന്താണ് അത്രയും പറയാൻ മോശമായിട്ട് പറയാൻ മാത്രം എന്താണ്? എന്ന് പറഞ്ഞാൽ ആളെ നിലപാടുകളും ആളെ ഇടപെടലും വളരെ മോശമാണ്. അത് തന്നെ കാരണം. സാധാരണക്കാർ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് പാർട്ടിയാവാം. ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയാവും. അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ വിദ്വേഷ കാര്യങ്ങളായിട്ടല്ല കാണുന്നത്. എല്ലാവരും ഒരേപോലെ കാണും. ആ രീതിയിൽ പോകണ്ടേ? എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയി ഇടപെടണ വേണ്ടേ? അതാണ് നമ്മളൊരു പത്രപ്രസ്താവന കൊണ്ട് വേറൊരു കാര്യങ്ങൾക്കൊന്നും കാര്യമില്ലെന്ന്. ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് പ്രശ്നത്തിൽ തന്നെ ആള് എന്നോട് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വന്നത് അങ്ങനെ പറയുന്നത് ആളെ മണ്ഡലത്തിൽ നടന്നൊരു സംഭവമാണ്. ആളെ മണ്ഡലത്തിൽ നടന്ന സംഭവത്തിന് ഒരാൾ മന്ത്രി പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോകണ്ട, ഡയറക്റ്റ് പോകേണ്ട ഒരാളാണ്. സഹമന്ത്രിയാണ് ആള്. ഒരാൾ പറഞ്ഞിട്ടല്ല ഒരു ജനപ്രതിനിധിക്കില്ലേ. ജനപ്രതിനിധിക്ക് അറിയാം എൻ്റെ മണ്ഡലം നോക്കാൻ കഴിയണമെന്ന്. മണ്ഡലം പൊന്നുപോലെ നോക്കുന്നുണ്ട്. മൊത്തത്തിലൊരു പരാജയമായി മാറി. അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല? ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് പുള്ളി വേറെ ഇപ്പൊ മെയ് 4 BJP എത്ര സീറ്റ് പിടിക്കും? പറയാൻ പറ്റിയ 4-3 കിട്ടും. പറയാൻ പറ്റിയത് ഒരെണ്ണം കിട്ടോ? സാധ്യത. എവിടെ, ഏത് മണ്ഡലമായിരിക്കും? നേമത്ത് BJP ഒരു സീറ്റ് തുറക്കും. കാരണം നേമത്ത് പറയാൻ കാരണം സാധ്യതയുള്ളൂ, അല്ലാണ്ട് വേറെ സാധ്യത. പാലക്കാട് കിട്ടില്ല. പാലക്കാടൊന്നുമില്ല, കിട്ടില്ല. ആര് ഭരണം ഏറ്റെടുക്കും? മുഖ്യമന്ത്രി കസേര ആരിരിക്കും? UDF ആണോ LDF ആണോ? ഇപ്പോ പ്രവചനങ്ങൾ മുഴുവൻ UDF അനുകൂലമായിട്ടല്ലേ വന്നേക്കണേ. ഏത് മുഖ്യമന്ത്രി കസേരയിൽ തീരുമാനമില്ലേ? അവർക്ക് തന്നെ തീരുമാനം വേണ്ടേ? മുഖ്യമന്ത്രി ആവണമെന്ന് അവർക്കൊരു നിലപാട് വേണ്ടേ? VD സതീശൻ വന്നാൽ അങ്ങനെ ഉണ്ടാവും? ഒരു കാര്യം ഉണ്ടാവില്ല. VD സതീശൻ മുഖ്യമന്ത്രി ആയാലും ഒരു കാര്യം ഉണ്ടാവില്ല. നിലപാടില്ലാത്ത ആരാ? നിലപാടുകളില്ലാത്ത രാജകുമാരനാ VD സതീശൻ. ചേട്ടൻ കുറച്ചു നേരം അല്ലാതെ എത്ര പ്രാവശ്യം ആള് കോടതിയിൽ പോയിട്ട് ഈ സർക്കാരിനെതിരെ കോടതിയിൽ പോയിട്ട് എന്തോരം അടി മേടിച്ച ആൾക്കൊരു നിലപാടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ആൾ മാറ്റി പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ആൾക്ക് താല്പര്യമുണ്ടോ? ചെയ്തിട്ടുണ്ട് ആള്. നിങ്ങളെ നോക്കി നോക്കൂ, ആൾ പറയുന്ന പല കാര്യങ്ങളും ആൾ പറയുന്ന കാര്യത്തിൽ നിലപാട് നോക്കിയിട്ട് പിന്മാറിയിട്ടില്ല. പല കാര്യങ്ങളും ലാസ്റ്റ് ആൾ കോടതിക്ക് ഈ സർക്കാരിനെ കോടതിയിലേക്ക് പോയിട്ട് എന്തുണ്ടായ ഈ സർക്കാർ പറഞ്ഞില്ലേ, അല്ല കോടതി പറഞ്ഞില്ലേ. മറ്റേ ഈ ക്യാമറയുടെ കേസിൽ പബ്ലിക് ഇൻട്രസ്റ്റോ അത് മറ്റേ സ്വന്തം ഇൻട്രസ്റ്റ് ആണോ എന്നല്ല ചോദിച്ചു കോടതി വിധി ചെയ്യുന്നത്. എന്ത് നിലപാടെന്നാ? വെറുതെ നിലപാടില്ലാത്ത ഒരാളായാൾ. സപ്പോസ് മുഖ്യമന്ത്രി കസേരയിൽ VD സതീശൻ ഇരിക്കുകയാണെങ്കിൽ പിണറായിയെ വെല്ലുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറോ? ഒരിക്കലും ഇല്ല. പിണറായിനെ വെല്ലാൻ പറ്റില്ല. പിണറായി എന്ന് പറഞ്ഞാൽ പിണറായി വെല്ലുന്ന നേതാവ് ആരെങ്കിലും UDF-ലുണ്ടോ? ആരുമില്ല. ഷാഫി പറമ്പിലൊക്കെ ആരുമില്ല. ഷാഫി പറമ്പിലൊക്കെ ജാതിയുടെ ഉപജ്ഞാതാവല്ലേ. 2 വർഷം 3 വർഷത്തിലേക്ക് അടക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഭരണം. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ ഭരണമൊക്കെ? എങ്ങനെയുണ്ട്? സുരേഷ് ഗോപിയുടെ ഭരണം വളരെ മോശമാണ്. എന്ത് പറ്റി മോശമെന്ന് പറയാനുള്ളത്? മോശമെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു കാര്യത്തിലും ഇടപെടണില്ല. സുരേഷ് ഗോപി എന്തെങ്കിലും ജനകീയമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടണില്ല. അതുപോലെ തന്നെ ഒരു കോളേജ് ഇവിടെ എൻ്റെ കാര്യം തൃശ്ശൂർ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നൊക്കെ ആൾ. അപ്പോൾ തൃശ്ശൂരിനോട് താല്പര്യമില്ല ആൾക്ക്. ഇവിടുത്തെ ആൾക്കാരുടെ വോട്ട് കിട്ടി ജയിക്കും വേണം. കൂറുള്ളത് ആലപ്പുഴയിലുള്ള ആൾക്കാരോട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആൾ. കാരണം ഒരു താമസിയായിരുന്നു നെട്ടിശ്ശേരിയാണ്. ഞാൻ താമസിൻ്റെ അടുത്ത് തന്നെ മുക്കാട്ടേരി തന്നെയാണ്. അപ്പോൾ അവിടെ വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു അവിടെ താമസാക്കിയിരുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ്
ജയിച്ചോടി ആളെ അവിടെ നിന്ന് വിട്ടു. തൃശ്ശൂർക്കാർക്ക് തെറ്റ് പറ്റിയതാണല്ലോ തൃശ്ശൂർക്കാർക്ക്. പരാജയമായി മാറി തൃശ്ശൂർക്കാരുടെ വലിയൊരു ഇതാണത്, പരാജയമാണത്. ഇനി ഒരിക്കലും അവനെ തൃശ്ശൂർക്കാർ ജയിപ്പിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി കേരളത്തിൽ എവിടെ ജയിക്കാൻ ചാൻസ് ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കാൻ സാധ്യതയില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഒരു ഉപകാരമില്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലല്ല പിന്നെ താല്പര്യം ഉണ്ടാവുള്ളൂ ജയിക്കാനായിട്ട്. അങ്ങനെ ഒരു ഉപകാരം ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മതം പറയുന്നതല്ല ഞാൻ, ഒരു കന്യാസ്ത്രീ സംഭവം ഉണ്ടായി. കൂടുതലും ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടിയിട്ട് മാതാവിന് കിരീടമൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കരമായിട്ട് വോട്ടൊക്കെ വാങ്ങിച്ച ആളാണ് ക്രിസ്ത്യാനികളുടെ. എന്നിട്ട് അവിടെ ആ ഒരു കന്യാസ്ത്രീകളുടെ കേസുണ്ടായപ്പോൾ ഒന്ന് അവിടെ പോയി അന്വേഷിക്കാനോ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആളൊരു ആത്മാർത്ഥം നോക്കിയാൽ ഒരു വർഗീയത മതം പറയുന്നതല്ല ഞാൻ, ഒരു MP ആകുമ്പോൾ സ്വതന്ത്രമായി നിൽക്കണ്ട. അങ്ങനെ ഒന്നും ആൾ പോയി അന്വേഷിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ശരിക്കും സിനിമയിലത്തെ പോലെ തന്നെ നാച്ചുറൽ നല്ലൊരു മനുഷ്യനായിട്ട് പറയാൻ പറ്റും. നല്ലൊരു മനുഷ്യനാന്ന് പറയാൻ പറ്റും. നല്ല മനസ്സെന്ന് പറയാനായിട്ട് നല്ലത് ചെയ്താലും നമുക്കാണ് തോന്നുള്ളൂ. ഇപ്പം ജയിച്ചിട്ടെങ്കിലും ചെയ്യണം നല്ല കാര്യങ്ങൾ, അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആള് ഇനി എന്നാൽ ജയിക്കുമെന്ന് എനിക്കൊരു തോന്നുന്നില്ല. ഇനി ചേട്ടൻ്റെ ഒരു സാധാരണ കാഴ്ചപ്പാടില്ലേ, BJP എത്ര സീറ്റ് കേരളത്തിൽ പിടിക്കുന്ന BJP എൻ്റെ ഒരു തോന്നല് ഒരു സീറ്റ് അങ്ങനെ കിട്ടണമെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തും അങ്ങനെ ഒരു സീറ്റ് വേണമെങ്കിൽ കിട്ടിയെന്നാൽ ഇപ്പോൾ നിയമത്തൊക്കെ തിരുവനന്തപുരം നേമത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ കിട്ടാൻ മാത്രം ഒരു ചാൻസ് എനിക്ക് തോന്നണല്ലോ. വേറെ അവർ പറയണ പോലെ 6-7 കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നു. പാലക്കാട് കിട്ടുമോ? പാലക്കാടൊന്നും കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. മഞ്ചേശ്വരം എൻ്റെ ഒരു കണക്കൂടിൽ ഞാൻ പറയണേട്ടാ, ഞാൻ വലിയൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. എന്നാലും എൻ്റെ ഒരു അറിവ് പറഞ്ഞാൽ തിരുവനന്തപുരം വേണമെങ്കിൽ കിട്ടായിരിക്കും. അതും സാധ്യത ഉണ്ട്. ഇല്ല, സാധ്യത ഉള്ളതിന് 100% ഇല്ല. ആര് ഭരിക്കും കേരളം? കേരളം ഇപ്പോൾ ഞാൻ നോക്കണമെങ്കിൽ UDF വരാൻ സാധ്യതയായി തോന്നണം എനിക്ക്. ഇപ്പോഴത്തെ ഒരു നോക്കുമ്പോൾ സർവേയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ വരാനാണ് സാധ്യത. ഇനി വന്നാൽ തന്നെ അവർ മര്യാദയ്ക്ക് ഭരിക്കില്ല. അല്ല, UDF വരികയാണെങ്കിൽ UDF ആര് മുഖ്യമന്ത്രി ആയിരിക്കും? അതിപ്പോൾ അവർ തന്നെ തമ്മിൽ തല്ലുകൂട്ടാ. ഈ അല്ല, VD സതീശൻ വന്ന അങ്ങനെ ഉണ്ടാവും. VD സതീശനെ കുറിച്ച് എനിക്ക് വലിയ ഒരു നല്ലൊരു അഭിപ്രായം ഇല്ല. നല്ലൊരു നിലപാടൊക്കെ ഉള്ളതല്ലേ? എനിക്ക് അങ്ങനൊരു തോന്നുന്നില്ല. അങ്ങനെ പിന്നെയും രമേശ് പിന്നെയും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. VD സതീശന് നിലപാട് ഉറച്ച നിലപാടില്ലാന്നാണോ? അങ്ങനെ ഒരു ഉറച്ച നിലപാട് എനിക്ക് തോന്നുന്നില്ല ആളെ കണ്ടിട്ട്. അപ്പോൾ സപ്പോസ് VD സതീശൻ മുഖ്യമന്ത്രി കസേര ഇരിക്കുകയാണെങ്കിൽ പിണറായിയെ വെല്ലുന്നൊരു നേതാവായിട്ട് മാറുമോ? അങ്ങനെ വെല്ലുന്നൊരു നേതാവായിട്ട് മാറാൻ സാധ്യതയില്ല. പിണറായി പോലെ എന്തായാലും ഒരു 3 പേരിലും ആരും വരില്ല. പിണറായിയെ വെല്ലുന്ന നേതാവ് UDF ഉണ്ടോ? UDF അങ്ങനെ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഷാഫി പറമ്പിലൊക്കെ അതൊന്നുമില്ല. പിന്നെ വെല്ലുന്നത് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെയാണ്, കരുണാകരൻ അങ്ങനെ ആൾക്കാരൊക്കെയാണ് വെല്ലുന്ന ആൾക്കാരുള്ളത്. ഇപ്പോഴത്തെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മറീസ് 3 വർഷത്തിലേക്ക് അടക്കാണ് സുരേഷ് ഗോപിയുടെ ഭരണം തൃശ്ശൂര്. എങ്ങനെയുണ്ട് സുരേഷ് ഗോപി ഭരണം? വളരെ മോശം, വളരെ മോശം. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കണ്ടില്ലേ, ഡീസൽ പെട്രോള് വാതകത്തിന് വില കൂടിയില്ലേ? യുദ്ധം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തരണം ചെയ്യണം കേന്ദ്രം തരണം ചെയ്യണം. അല്ല ജനങ്ങളെ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു ചെയ്യില്ല. എന്താ വെച്ചാല് ഇത്ര നാള് പറഞ്ഞു പറഞ്ഞത് എങ്ങനെയാ വെച്ചാലേ എല്ലാ സന്നാഹങ്ങളും അവിടെ ഉണ്ട്, ഒന്നിനും വില കൂട്ടില്ല എന്ന് പറഞ്ഞ സർക്കാരിന് ഇപ്പൊ ഒറ്റയടിക്ക് ഹോട്ടലുകാർക്ക് വില കൂട്ടി. ഇനിയിപ്പോ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി.